ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 5 ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള എവേ ഫ്രം ഡിസീസസ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് 5 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓർഡർ വൈസ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ എനിവൺ എൽസ് അറ്റ് ഹോം കോട്ട് വിത്ത് ഫീവർ. ഇത് വൈറൽ ഫീവർ ആണ്. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഫീവർ ഉണ്ടായിരുന്നോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. യെസ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വേർ എഫക്റ്റഡ്. അവൻ്റെ നമ്മുടെ സിസ്റ്ററിനും അതുപോലെ തന്നെ അവൻ്റെ അമ്മയ്ക്കും പനി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഡിഡ് യു റീഡ് ദ കോൺവെർസേഷൻ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീവർ? നിങ്ങൾ ആ കോൺവെർസേഷൻ വായിച്ചോ? എന്തായിരിക്കും ഫീവറിനുള്ള റീസൺ? അതായത് വൈറൽ ഫീവർ ആണ്, അത് മറ്റൊരാളിൽ നിന്ന് പകർന്നതാണ് അല്ലേ. വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ഡിസീസ് ടു അതേഴ്സ്? അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഡിസീസസ്, അസുഖങ്ങൾ പകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെയിനായിട്ടുള്ള തിങ് എന്ന് പറയുന്നത് അസുഖമുള്ള ആളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക, ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യുക, അവർ യൂസ് ചെയ്തിട്ടുള്ള ടവൽസ് അതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. റൈറ്റ് ദ നെയിം ഓഫ് ദ ഡിസീസ് യു നോ ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾക്ക് അറിയുന്ന നമുക്ക് ഒരുപാടുണ്ടല്ലേ, ചുമ, പനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആർ ദേ ഓൾ കമ്മ്യൂണിക്കബിൾ? അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കബിൾ എന്ന് പറയുന്നത്? അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് മോർ ഡിസീസസ്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് പകരുന്ന അസുഖങ്ങളാണ്. അതിന് എക്സാമ്പിൾ ഡെങ്കിപ്പനി, ജോണ്ടീസ്, നമ്മുടെ മഞ്ഞപ്പിത്തം, ഇതൊക്കെ അതിൽ പെടും. അങ്ങനെയാണെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതൊക്കെയാണ്? ഒരിക്കലും പകരാത്തതാണ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ക്യാൻസർ, ഡയബറ്റീസ് ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ രണ്ടിലും എക്സ്ട്രാ 2 പോയിന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഡിസീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് പാൻഡമിക്സ്? എന്താണ് പാൻഡമിക്സ്? വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെൻറ്റ്സ് ആൻഡ് എഫക്റ്റ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഇറ്റ് ഈസ് കോൾഡ് എ പാൻഡമിക്. അതായത് പകരുന്ന അസുഖങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്ന്, അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്കോ ഒരു കോണ്ടിനെൻറ്റിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പകർന്ന് അത് ഫുള്ളായിട്ട് അവിടെയുള്ള ആളുകളെ മുക്കാൽ ഭാഗം നമ്മൾ എന്താ പറയുക, ഒരു വിധത്തിലൊക്കെ എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പാൻഡമിക്. ഈ അടുത്ത് വന്നിട്ടുള്ള COVID-19 എന്ന് പറയുന്നത് ഒരു പാൻഡമിക് ആണ് കേട്ടോ. സ്മോൾ ബോക്സ്, ട്യൂബർകുലോസിസ്, പ്ലാഗ്, COVID-19 ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വന്നിട്ടുള്ളത്. ആർ ഇൻ വി മോർ ലൈക്ലി ടു എഫക്റ്റ് വെൻ വി കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് സമ്മൺ ഹൂ ഈസ് സിക്ക്? നമ്മൾ അസുഖമുള്ള ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുമോ? വാട്ട് കോസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? അപ്പോൾ അതിന് മെയിനായി എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കാരണം? നമ്മൾ ആ ഒരു അസുഖമുള്ള ആളെ കോണ്ടാക്ട് ചെയ്യുന്നത്. ക്യാൻ വി സീ ദം? നമുക്ക് അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയാസോ പാത്തോജൻസോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല, വളരെ ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് പാത്തോജൻസ് എന്ന് നോക്കാം. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസസ്, ഫംഗൈ ദാറ്റ് cannot be seen without naked eyes. അതായത് നമുക്ക് പകരുന്ന അസുഖങ്ങൾ മെയിനായിട്ട് ഉണ്ടാവുന്നത് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ്, അതായത് വളരെ ചെറിയ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകരുന്നത്. അപ്പോൾ അതറിയപ്പെടുന്നതാണ് പാത്തോജൻസ് എന്ന് പറയുന്നത്. കാരണം അത് അസുഖങ്ങൾക്ക് കാരണമാവുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഈ ബാക്ടീരിയ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക്
നമുക്ക് അല്ലെങ്കിൽ വൈറസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കണം. അല്ലാതെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കാണണമെന്നില്ല. അങ്ങനെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയിട്ടുള്ള വ്യൂവിൻ്റെ ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ലിവിങ് വിത്ത് ദ മൈക്രോ ഓർഗാനിസം. നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പാത്തോജൻസ്. എല്ലാ മൈക്രോ ഓർഗാനിസംസും പാത്തോജൻസ്, അതായത് ഈ അസുഖങ്ങൾ പരത്തുന്ന ഒന്നാവണമെന്നില്ല. there are many beneficial bacteria in our body. നമുക്ക് ഉപകാരപ്പെടുന്ന ബാക്ടീരിയാസും നമ്മളുടെ ബോഡിയിലുണ്ട്. അതെന്തിനെല്ലാമാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡൈജഷന് വേണ്ടിയിട്ടും നമ്മുടെ ഫുഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. there are many instances where micro organism can be useful to us. നമ്മൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മൈക്രോ ഓർഗാനിസംസ് വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൈൻ ബാക്ടീരിയ. നമുക്കറിയാം, ദോശമാവ് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാത്രി കലക്കി വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ എടുത്ത് ഉപയോഗിക്കാറാണ് പതിവ്. അപ്പോൾ അത് പുളിക്കും, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെ ആക്ട് ചെയ്യുന്നത് ഒരു ബാക്ടീരിയ ആണ്. ആ ഒരു മാവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഒരു ബാക്ടീരിയ ആണ്. ബാക്ടീരിയ ആൻഡ് ഫംഗൈ ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ഇറ്റ് ഇൻ ടു ദ സോയിൽ. അപ്പോൾ ബാക്ടീരിയയും ഫംഗയും എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഓർഗാനിക് മാറ്ററായിട്ട് മാറും. എന്നിട്ട് അത് സോയിലിലേക്ക് ആഡ് ചെയ്യും. ഫൈൻഡ് മോർ ഇൻസ്റ്റൻസസ് വെർ മൈക്രോ ഓർഗാനിസംസ് ആർ ബെനിഫിഷ്യൽ. അപ്പോൾ ഇതുപോലെ ഉള്ള മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ഉപകാരപ്പെടുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതാൻ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദ വേൾഡ് ഓഫ് ഫംഗൈ ആണ്. വി ആർ ഫെമിലിയർ വിത്ത് ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ക്ലോത്ത്സ്. അപ്പോൾ ക്ലോത്ത്സിൽ നമ്മളിങ്ങനെ കരിമ്പലടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കളറിലൊക്കെ കാണാറില്ലേ? ദേ ആർ കോൾഡ് ഫംഗൈ. അപ്പോൾ അതാണ് നമ്മുടെ ഫംഗൈ എന്ന് പറയുന്നത്. കാൻഡീഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ are some of the fungi that cause disease to humans. അതായത് മനുഷ്യന്മാർക്ക് അസുഖങ്ങൾ വരുത്തുന്ന ഫംഗയാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. The world of fungi includes everything from edible mushrooms to those that cannot be seen with the naked eye. അപ്പോൾ നമ്മൾ ഒരുപാട് ഫംഗൈസ് ഉണ്ട്, അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഫംഗൈസ് ഉണ്ട്. ഹൗ ഡിസീസ് സ്പ്രെഡ്, എങ്ങനെയായിരിക്കും ഈ അസുഖങ്ങളെല്ലാം പകരുന്നുണ്ടായിരിക്കുക? അപ്പോൾ നമ്മളവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഈച്ച പോലത്തെ സാധനങ്ങളൊക്കെ അതിൽ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വൈ ഡു വി കവർ അവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് എ ഹാൻഡ് കർച്ചീഫ് വെൻ വി കഫ് ഓർ സ്നീസ്? നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമ്മളുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ മറ്റൊരാളിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് കർച്ചീഫ്സ് യൂസ് ചെയ്യാൻ പറയുന്നത്. വൈ ഡു വി കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്? നമ്മൾ ഫുഡ് ഐറ്റംസ് കവേർഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈച്ച പോലത്തെ അസുഖങ്ങൾ പരത്തുന്ന ജീവികൾ അതിൽ വന്നിരിക്കും. നമ്മളത് കഴിക്കുമ്പോൾ അഗെയിൻ നമുക്ക് എന്ത് വരും? അസുഖങ്ങൾ വരും. ഇൻ വാട്ട് വേസ് ഡു ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം എൻറ്റർ ദ ഹ്യൂമൻ ബോഡി? അങ്ങനെ ഈ അസുഖങ്ങൾക്ക് കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൗ മൈക്രോ ഓർഗാനിസംസ് എൻറ്റർ ദ ബോഡി ആൻഡ് ദ ഡിസീസ് ദേ കോസ്, എങ്ങനെയാണ് അസുഖങ്ങൾ വരുത്തുന്നത്? ഫസ്റ്റ് നോട്ട് ത്രൂ വെക്ടേഴ്സ് അല്ലാതെ എങ്ങനെയാണ്? നമുക്ക് സോയിലിലൂടെ വരാം. സോയിലിൽ നമ്മുടെ വേം ഡിസീസ് ആയിട്ടുള്ള ടെറ്റനസിന് കാരണമാവും. പിന്നെ ത്രൂ എയറിലൂടെ നമുക്ക് വരുന്ന ഒന്നാണ് ട്യൂബർകുലോസിസ്. വേറെ എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, അതിൽ ഒരെണ്ണം ടൈഫോയിഡ് ആണ്, മറ്റേത് ഏതാണെന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ത്രൂ വെക്ടേഴ്സ്, അതായത് നമ്മൾ കൊതുക് വഴി വരുന്നതാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്, ഡെങ്കു ഫീവർ. അപ്പോൾ വേറെ ഏതൊക്കെയാണ് അത് വഴി വരുന്നതെന്ന് അവിടെ എഴുതി കൊടുക്കുക. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു വെക്ടർ വഴി, ആ വെക്ടർ വഴി വരുന്ന അസുഖങ്ങളാണ് റൈറ്റ് സൈഡിൽ എഴുതി കൊടുക്കേണ്ടത്. പിന്നെ ഹ്യൂമൻസ് വഴി നമുക്ക് പകരുന്ന ഒന്നാണ് ലെപ്രോസി എന്ന് പറയുന്നത്. ബേർഡ്സ് വഴി നമുക്ക് എന്താണ് പകരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നമ്മളിവിടെ ഫിൽ ചെയ്ത് കൊടുക്കാം, എഴുതി കൊടുക്കാം. നിങ്ങൾ അതത് കോളത്തിൽ എഴുതാം കേട്ടോ. നെക്സ്റ്റ്, നൗ യു നോ ദ ഡിസീസ് സ്പ്രെഡ് ടു വേരിയസ് വേസ്. അസുഖങ്ങൾ പല രീതിക്കാണ് സ്പ്രെഡ് ചെയ്യണതെന്ന് നിങ്ങൾക്കറിയാലോ. ഹൗ മെനി ഡിസീസ് ക്യാരിങ് ഓർഗാനിസംസ് വേർ യു ഏബിൾ ടു ഐഡൻറ്റിഫൈ? എങ്ങനെയാണ് ഡിസീസ് ക്യാരിഡ് ഓർഗാനിസംസിനെയൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ
അവർ ബോഡി. അതായത് നമ്മുടെ ഓർഗാനിസത്തിലേക്ക് ഡിസീസ് ക്യാരിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് മെയിനായിട്ട്. അത് ഏതൊക്കെയാണ് വരുന്നത്? ഹൗസ് ഫ്ലൈ, റാറ്റ് ഫ്ലീ, മോസ്കിറ്റോ, ബാറ്റ്സ് എക്സിട്ര. ഇതൊക്കെയാണ് വെക്റ്റർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വെൻ ദ സറൗണ്ടിങ്സ് ബിക്കം പൊല്യൂട്ടഡ്. അതായത് സറൗണ്ടിങ്സ് പൊല്യൂട്ടഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും? ഡു സിമിലർ കണ്ടീഷൻ എക്സിസ്റ്റഡ് ഇൻ അവർ സറൗണ്ടിങ്സ്. അപ്പോൾ ഇതുപോലത്തെ സിമിലർ കണ്ടീഷൻസ് നമ്മുടെ, അതായത് നോക്കിയ വേസ്റ്റ് എല്ലാം പബ്ലിക്കിൽ കൊണ്ടിടുക, അത് വന്ന് എലി കഴിക്കുക, അല്ലെങ്കിൽ വേറെ ഈച്ചകൾ പോലത്തെ സംഭവങ്ങൾ വന്ന് കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ അത് മൾട്ടിപ്ലൈ ചെയ്യും, അതായത് അത് വളർന്ന് കുറേ ആയിക്കൊണ്ടിരിക്കും, അതാണ് ഉണ്ടാവുന്നത്. അപ്പോൾ റൈറ്റ് ഡൗൺ ദ കണ്ടീഷൻ ഇൻ വിച്ച് വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ. അപ്പോൾ വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ ആവുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഹൗസ് ഫ്ലൈ. നമ്മൾ ഈ മെയിനായിട്ട് ഈ വേസ്റ്റസ് കൊണ്ടിടുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ മോസ്കിറ്റോസ്, നമ്മൾ ഈ പ്ലാസ്റ്റിക് ബാഗ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെല്ല് ഇതൊക്കെ മലർന്ന് കിടക്കുകയാണെങ്കിൽ അതിൽ വെള്ളം വന്ന് വീണിട്ട് കൊതുക് എന്ത് ചെയ്യും? അതിൽ മുട്ടയിടും. അങ്ങനെ എന്ത് ചെയ്യും? കുറേ കൊതുകളാവും. റാറ്റും ഈ സെയിം അവസ്ഥ നമുക്ക് പറയാം വേസ്റ്റസിൽ നിന്നൊക്കെ. അപ്പോൾ വാട്ട് ക്യാൻ വി ഡു ടു കൺട്രോൾ വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും? ഡിസ്കസ് ഇൻ ദ ക്ലാസ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മോസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വി ക്യാൻ പ്രിവെൻറ്റ് മെനി ഡിസീസ് ബൈ കൺട്രോളിങ് മോസ്കിറ്റോസ്. നമുക്ക് കുറേ അസുഖങ്ങളെ മോസ്കിറ്റോനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈസ് ഇറ്റ് ഇനഫ് ടു എലിമിനേറ്റ് മോസ്കിറ്റോ ബ്രീഡിങ് കണ്ടീഷൻ ഓൺലി ഇൻ അവർ ഹോം. നമ്മുടെ വീടുകളിൽ മാത്രം കൊതുക് മുട്ടയിടുന്ന അവസ്ഥ മാറ്റിയാൽ മതിയോ? അല്ല, നമ്മുടെ ചുറ്റുപാടത്തും അല്ലേ. We can survive here. We have to look for other places to lay eggs. We can't. നമുക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല, നമുക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലം നോക്കണം. This locality is clean. We cannot live here. അപ്പോൾ നമ്മുടെ ഈച്ചകളാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് അധികം വരില്ല. അപ്പോൾ അവിടെ ക്ലീൻ ആണ്. അപ്പോൾ ക്ലീൻ അല്ലാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് അവർക്ക് പോകണം എന്നാണ് പറയുന്നത്. Avoid water logging, remove grass and weeds around recipients and cleaning drains are a few way to prevent mosquito breeding. അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ, പുല്ലുകൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. വല്ല ഡ്രെയിനേജിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കുക. ഇതൊക്കെ കൊതുക് മുട്ടയിടുന്ന സിറ്റുവേഷൻസ് ഇല്ലാണ്ടാവും. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ്. അപ്പോൾ കൊതുക് കടി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈവനിങ് ആവുന്ന സമയത്ത് നമുക്ക് ഡോസും വിൻഡോസും ക്ലോസ് ചെയ്തിടാം. പിന്നെ നെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ബാറ്റ്, ഇപ്പോൾ യൂഷ്വലി ബാറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കൊതുകുതിരി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ്, വിൽ ദ ഹൈജീൻ ഓഫ് അവർ സറൗണ്ടിങ്സ് ബി ഇനഫ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്. അപ്പോൾ അസുഖങ്ങൾ, ഒരുവിധം അസുഖങ്ങൾ പകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമുക്ക് വൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഒരുവിധം പകരില്ല എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ നമുക്ക് കുറച്ച് ഡിസീസസും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നോക്കാം. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡിലൂടെയും വാട്ടറിലൂടെയും സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ്. അപ്പോൾ ആ ഒരു ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആഫ്റ്റർ വാഷിംഗ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണ്, വെജിറ്റബിൾസ് കഴിക്കുന്നവരാണ്, അത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്. ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തായിട്ട് ചെയ്യുക? കവർ ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. നല്ല തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്റ്റ്. എയറിലൂടെയും കോണ്ടാക്റ്റിലൂടെയും നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും? അവോയ്ഡ് കോണ്ടാക്റ്റ് വിത്ത് ദ സിക്ക് പേഴ്സൺ. അതായത് അസുഖമുള്ള ആളെ നമ്മൾ മെയിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺ ഹാൻഡ് കർച്ചീഫ്, ക്ലോസ് എക്സിട്ര. അവർ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് കർച്ചീഫ്സ് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുക. യൂസ് മാസ്ക്. മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മാസ്ക് ഉപയോഗിക്കുക. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. നല്ല വൃത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക. ഡിസീസ് ദാറ്റ്
സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജ്. അതായത് മണ്ണിലൂടെയും സോയിലിലൂടെയും സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് പകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് നല്ലൊരു ചെരുപ്പ് ഫുഡ് വെയർ ധരിക്കാം. പിന്നെ പ്രിവെൻറ്റ് വൂഡ്സ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സീവേജ്. നമ്മൾ എന്തെങ്കിലും മുറിവുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് ഉണക്കാൻ വേണ്ടി നോക്കുക. വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡേർട്ടി. അഴുക്കായിട്ടുണ്ടെങ്കിൽ കയ്യിലോ കാലിലോ അഴുക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. വാട്ട് ക്യാൻ യു ഡു ടു എൻഷുർ ദാറ്റ് യുവർ ഹോം സ്കൂൾ ആൻഡ് വാഷ്റൂംസ് ആർ ക്ലീൻ ടു പ്രിവെൻറ്റ് ഡിസീസ്. അസുഖങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും? കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസിൽ പകരുന്ന അസുഖങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ എനിമൽസിലും പ്ലാന്റ്സിലും എന്ത് വരുന്നുണ്ട്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരുന്നുണ്ട്. അവിടെ കുറച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താ? 4000 ഡോഗ്സ് ഇൻ വയനാട് സസ്പെക്റ്റഡ് ടു ബി എഫക്റ്റഡ് ബൈ കനൈൻ ഡിസെപ്റ്റർ. അപ്പോൾ നമ്മുടെ മെനി ഡൈ. അപ്പോൾ നായകൾക്ക് അസുഖങ്ങൾ വന്നിട്ട് ഒരുപാട് പേര് മരിക്കുകയാണ് അല്ലേ. പിന്നെ പന്നികളുടെ കാര്യമാണ് പറയുന്നത്. ആഫ്രിക്കൻ സ്വൈൻ ഫീവർ കേരള പത്തനംതിട്ടയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കോഴികൾ മരിച്ചിട്ടുള്ള കാര്യമാണ്. ബേർഡ് ഫ്ലൂ വന്നിട്ട്. പിന്നെ എന്താ? ലംബി സ്കിൻ ഡിസീസ് ആർക്കാണ്? പശുവിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹാവ് യു ഒബ്സർവ്ഡ് ദ പ്ലാന്റ്സ് ദാറ്റ് ഹാവ് കമ്മ്യൂണിക്കേറ്റ്. ഇനി പ്ലാന്റ്സിൽ വരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്ന് ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ്. ഈ റൈസിൻ്റെ ഇലയില്ലേ പാഡിയുടെ അതിൽ ഈ ബ്രൗൺ കളർ വരുന്നത്. പിന്നെ മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്സ്. ഈ പീ പ്ലാന്റ്സിൽ മൊസൈക്ക് ഡിസീസ് വരുന്നത്. ബട്ട് റൂട്ട് ഓഫ് കോക്കനറ്റ്. കോക്കനറ്റിന് ബട്ട് റൂട്ട് വരുന്നത്. എൻക്വയർ അബൌട്ട് അതർ ഡിസീസ് ദാറ്റ് എഫക്റ്റ് പ്ലാന്റ്സ് ആൻഡ് ഓർഗാനിസം. റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. അങ്ങനെ നമ്മുടെ പ്ലാന്റ്സിനും ഓർഗാനിസത്തിനും വരുന്ന വേറെ ഡിസീസിനെ പറ്റിയിട്ട് നമ്മളോട് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹൈജീൻ ഹാബിറ്റ്സ് ആണ്. അപ്പം നമുക്ക് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് ഹെൽത്തി ലൈഫ് കൊണ്ടുവരുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഗുഡ് ഹാബിറ്റ് എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ്. അതായത് ഭക്ഷണത്തിന് കഴിച്ചതിന് ശേഷം മാത്രമാണോ നമ്മൾ കൈ കഴുകേണ്ടത്? അല്ല, അത് തെറ്റാണ്. അപ്പോൾ വിച്ച് ഓഫ് ദീസ് ആർ ഗുഡ്? ഗുഡ് മാത്രം ടിക്ക് ഇട്ടാൽ മതി. അപ്പോൾ അത് ടിക്ക് ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടി മുന്നേ നമ്മളുടെ കൈ എന്ത് ചെയ്തിരിക്കണം? കഴുകിയിരിക്കണം. ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽസ്. നമ്മൾ മീൽസ് കഴിച്ചതിന് ശേഷം എല്ലാ നൈറ്റും നമ്മൾ എന്ത് ചെയ്യണം? ടീത്ത് ബ്രഷ് ചെയ്യണം. അത് നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ഡു നോട്ട് ട്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്. നമ്മുടെ കയ്യിൻ്റെയും കാലിൻ്റെയും നഖം ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ട്രിം ചെയ്ത് കളയാൻ പാടില്ല. അത് ഗുഡ് ഹാബിറ്റ്സ് ആണോ? അല്ല. അപ്പോൾ അത് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. യൂസ് ഫുട്ട് വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്. പുറത്തേക്ക് പോകുമ്പോൾ ചെരുപ്പ് ധരിക്കണം. അത് ഗുഡ് ഹാബിറ്റ്സ് ആണ്. ടിക്ക് ചെയ്യാം. ഈറ്റ് ഫ്രൂട്ട്സ് ദേ ആർ ഗ്നോഡ് ബൈ ബേർഡ്സ്. അതായത് ഈ ബേർഡ്സ് കൊത്തിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണോ? അല്ല. ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക് കെപ്റ്റ് ഓപ്പൺ. നമ്മൾ കഴിക്കുന്ന സ്നാക്സ് ആയിക്കോട്ടെ ഡ്രിങ്ക്സ് ആയിക്കോട്ടെ അത് ഡു നോട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് കഴിക്കാണ്ടിരിക്കുക. അത് ഗുഡ് ഹാബിറ്റ് ആണ്. സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. പിന്നെ അത് ഗുഡ് ഹാബിറ്റ് അല്ല. ബാത്ത് ഡെയിലി. അത് ഗുഡ് ഹാബിറ്റ് ആണ്. പ്രിപ്പയർ എ ഡിസ്പ്ലേ പോസ്റ്റേഴ്സ് റിലേറ്റഡ് ടു പേഴ്സണൽ ഹൈജീൻ. അപ്പോൾ കുറച്ച് പോസ്റ്റേഴ്സ് പേഴ്സണൽ ഹൈജീനെ പറ്റിയിട്ട് ഉണ്ടാക്കാൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്മ്യൂണിറ്റി ആണ്. അതായത് നമ്മളുടെ ബോഡിയിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. അവർ ബോഡി നാച്ചുറലി ഹാവ് ദ എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് ഫൈറ്റ് പാത്തോജൻസ് വൺസ് ദേ എൻറ്റർ ദ ബോഡി. ദിസ് ഈസ് കോൾഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ദിസ് എബിലിറ്റി വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അതായത് ഒരാൾക്കുള്ള ഇമ്മ്യൂണിറ്റി ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. ചിലർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരിക്കും, ചിലർക്ക് അത് ഉണ്ടാവില്ല. ദ ബോഡി ഈസ് അൺഏബിൾ ടു ഡെവലപ്പ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് സം കമ്മ്യൂണിക്കബിൾ ഡിസീസ് സച്ച് ആസ് പോളിയോ ആൻഡ് ഹെപ്പാറ്റൈറ്റിസ് ബി. അതായത് ചില ബോഡികൾക്ക് നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ചില ഡിസീസായിട്ടുള്ള പോളിയോ ഹെപ്പാറ്റൈറ്റിസ് ബീനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കണം? അങ്ങനത്തെ ഡിസീസസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാക്സിനേഷൻ എടുക്കണം. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ വാക്സിനേഷനിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഇമ്മ്യൂണിറ്റി കിട്ടും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്വയർഡ് ഇമ്മ്യൂണിറ്റി. ആ ഒരു പാരഗ്രാഫ് വായിക്കുക കേട്ടോ. ഇറ്റ് ഈസ് ത്രൂ വാക്സിൻസ് വി ഹാവ് സർവൈവ്ഡ് മെനി എപ്പിഡമിക്സ്.
സ്മോൾ പോക്സ്, പ്ലാഗ്, പോളിയോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തിലൂടെയാണ് സർവൈവ് ചെയ്യുന്നത്? വാക്സിൻസ് അടിച്ചിട്ടാണ്. ദോസ് ഹു വാണ്ടഡ് ടു ബി വാക്സിനേറ്റഡ് ഷുഡ് കം ടു കൗണ്ടർ 2. അതായത് വാക്സിൻ ചെയ്യേണ്ടവർ കൗണ്ടർ 2ലേക്ക് വരാം. വിച്ച് ഡിസീസസ് ഷുഡ് ബി വാക്സിനേറ്റഡ് അഗെയിൻസ്റ്റ്? ഏത് ഡിസീസിനൊക്കെയാണ് നമ്മൾ വാക്സിനേറ്റ് ചെയ്യുക? വിച്ച് ആർ ദ മാൻഡറ്ററി വാക്സിൻസ് ടു ബി ടേക്കൺ ബൈ ദ ഏജ് ഓഫ് 16? ഏജ് 16 വരെ നമ്മൾ എടുക്കേണ്ട വാക്സിൻസ് ഏതൊക്കെയാണ്? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സിനെ ആയിട്ട് കുറച്ച് ഇൻ്റർവ്യൂസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വാക്സിനേഷൻ ചാർട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. BCGയുടെ ഫുൾ ഫോം എന്താണ്? ബാസില്ലസ് കാൽമറ്റ് ഗ്യൂറിൻ. ബാസില്ലസ് കാൽമറ്റ് ഗ്യൂറിൻ. OPV ഓറൽ പോളിയോ വാക്സിൻ. ഹെപ്പ് ബി എന്ന് പറയുന്നത് ഹെപ്പാറ്റൈറ്റിസ് ബി. FIPV എന്ന് പറയുന്നത് പോളിയോ വാക്സിൻ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡോസ്. പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV എന്ന് പറയുന്നത് റോട്ട വൈറസ് വാക്സിൻ. അപ്പോൾ നമ്മുടെ OPV, BCG, ഹെപ്പാറ്റൈറ്റിസ് BV അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ജനിക്കുന്ന സമയത്ത് എടുക്കുന്ന 3 വാക്സിൻസ് ആണ്. 6ാമത്തെ ആഴ്ചയിൽ എടുക്കുന്ന വാക്സിൻസ് ആണ് OPV, RVV, പെൻറ്റാവാലൻറ്റ്, FIPV, PCV1. പിന്നെ 10th വീക്കിൽ എടുക്കുന്നതാണ് OPV2, RVV2, പെൻറ്റാവാലൻറ്റ് 2. ഇനി 14th 14ാമത്തെ ആഴ്ചയിൽ എടുക്കുന്നതാണ് OPV3, RVV3, പെൻറ്റാവാലൻറ്റ് 3, FIPV2, PCV2. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ പോളിയോ വാക്സിൻ ഏത് ഏജിലാണ് എടുക്കുന്നത്? ഏത് അസുഖത്തിന് വേണ്ടിയിട്ടാണ് പോളിയോ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ബോക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. വേറെ ഏതെങ്കിലും വാക്സിൻ, പോളിയോ കഴിഞ്ഞിട്ട് വരുന്ന വാക്സിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ടെറ്റനസ് 10ാമത്തെ വയസ്സിലാണ് എടുക്കുന്നത്. പിന്നെ 16ാമത്തെ വയസ്സിൽ ഏത് അസുഖത്തിനാണ്? വേറെ ഏതെങ്കിലും വാക്സിൻ ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് PCV, MR, DPT, TD ആണ്. PCV എന്ന് പറയുന്നത് എന്താണ്? ന്യൂമോകോക്കൽ കഞ്ചുഗേറ്റ് വാക്സിൻ. ന്യൂമോകോക്കൽ കഞ്ചുഗേറ്റ് വാക്സിൻ. പിന്നെ MR മീസിലസ് റുബല്ല വാക്സിൻ. DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. TD എന്ന് പറയുന്നത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അപ്പോൾ ഓരോന്നും എടുക്കുന്ന വയസ്സാണ്. 9 monthsൽ MR1 PCV ബൂസ്റ്റർ വിറ്റാമിൻ A FIPV3 ആണ്. ഇനി 16 മുതൽ 24ാമത്തെ മാസം വരെ എടുക്കുന്നതാണ് MR2 OPV ബൂസ്റ്റർ DBT ബൂസ്റ്റർ വിറ്റാമിൻ A2. പിന്നെ എടുക്കുന്നത്, അതായത് 5 മുതൽ 6 വയസ്സിൽ എടുക്കുന്നതാണ് DPT ബൂസ്റ്റർ 2. 10ാമത്തെ വയസ്സിൽ എടുക്കുന്നതാണ് TD1. പിന്നെ 16ാമത്തെ വയസ്സിൽ എടുക്കുന്നതാണ് TD2. അപ്പം നമുക്ക് പ്രോപ്പർ അവെയർനെസ്, നമ്മുടെ ഒരു അസുഖങ്ങൾ പകരുന്നതിനെ പറ്റിയിട്ട് വേണം. എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു അവെയർനെസ്സിന് വേണ്ടി ചെയ്യുക? ഡ്രാമ നടത്താം, പപ്പട്രി നടത്താം, കാർട്ടൂണ്, പോസ്റ്റർ, ഇതെല്ലാം നടത്താം. ഇനി ഡിസീസസ് ക്യാൻ ബി കെപ്റ്റ് അവേ വിത്ത് പ്രോപ്പർ അവെയർനെസ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഹെൽത്തി പീപ്പിൾ ആർ വെൽത്ത് ഓഫ് നേഷൻ. നല്ല ആരോഗ്യമുള്ള മനുഷ്യരാണ് ശരിക്കും ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ലെറ്റേഴ്സ് HSലെ ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് ഡൗൺ 5 decisions യു ഹാവ് കെപ്റ്റ് ടു മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് കുളിക്കുക, ബ്രഷ് ചെയ്യുക, നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ നോക്കുക, നമ്മൾ കയ്യും മുഖമൊക്കെ ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടി മുന്നേ കഴുകുക. അങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടോ ഞാനിവിടെ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹൈജീൻ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രിവെൻറ്റിങ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഡു യു അഗ്രി വിത്ത്? യെസ്, നമ്മൾ അഗ്രി ചെയ്യുന്നുണ്ട് അല്ലേ. പേഴ്സണലായിട്ടും സോഷ്യലായിട്ടും വൃത്തിയായാൽ മാത്രമാണ് പകരുന്ന അസുഖങ്ങൾ കുറയുള്ളൂ. നെക്സ്റ്റ്, ഡു യു അഗ്രി വിത്ത് ദ ഫോളോയിങ് പ്രിക്കോഷൻസ് ദാറ്റ് ഷുഡ് ടേക്ക് ടു കൺട്രോൾ വെക്ടർ ബോൺ ഡിസീസ്. ഈ ഒക്കെ കാര്യങ്ങൾക്ക് അഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എലിമിനേറ്റ് കണ്ടീഷൻ ദാറ്റ് കോസ് സീവേജ് അക്യുമുലേഷൻ. വേസ്റ്റ് കൂടുന്നതിനുള്ള സിറ്റുവേഷൻസ് എലിമിനേറ്റ് ചെയ്യണം. ഡിസ്പോസൽ ഓഫ് ഗാർബേജ് ഇൻ പബ്ലിക് പ്ലേസസ്. വേസ്റ്റസ് ഒക്കെ നമ്മൾ പബ്ലിക് പ്ലേസസിൽ ഇടാൻ പാടോ? ഇല്ല. ഇഫ് വാട്ടർ റിറ്റൻഷൻ ഈസ് അൺഅവോയ്ഡബിൾ
ബ്രീഡ് ഫിഷ് സച്ചസ് ഗപ്പി ആൻഡ് ഗംബോഷിയ ഇന്നിറ്റ്. അപ്പോൾ വാട്ടർ റിട്ടൻഷൻ അൺഅവോയ്ഡബിൾ ആണ് നമ്മൾ ഫിഷ് ഗപ്പീസിനെയൊക്കെ ബ്രീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഫുഡ് ഐറ്റംസ് നീഡ് നോട്ട് ബി കെപ്റ്റ് കവേർഡ്. ഫുഡ് ഐറ്റംസ് കവർ ചെയ്തിട്ടാണ്, കവർ ചെയ്യാണ്ടല്ല, കവർ ചെയ്തിട്ടാണ് സൂക്ഷിക്കേണ്ടത്. യൂസ് ഫുഡ് ഐറ്റംസ് ഓൺലി ആഫ്റ്റർ വാഷിംഗ്. അത് കറക്റ്റാണ് അല്ലേ. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം, അതും കറക്റ്റാണ്. കീപ് ദ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ്. ഇത് ക്ലീൻ ആക്കി വെക്കണം. പ്രാക്ടീസ്, അതായത് വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യണം. ഇനി നമ്മളോട് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി ആണ്. ഒരു പ്ലേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു വേസ്റ്റ് മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്റർ വരുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്